ഈ വൈറ്റമിൻ വളരെ സാധാരണയായിട്ട് വെജിറ്റേറിയൻസിന്റെ ശരീരത്തിൽ കുറവായിട്ടാണ് കാണാറുള്ളത്. അതുപോലെ ഒരുപാട് കാലത്തേക്ക് ഇതിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ തുടർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നെർവ്സിന്റെ ഫംഗ്ഷനെയും ശരീരത്തിലെ ചുവപ്പ് രക്താണുക്കളുടെ ഉൽപാദനത്തെയും അതുപോലെ DNA ഫംഗ്ഷനെയും എല്ലാം വളരെ മോശമായിട്ട് ബാധിച്ചേക്കാം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വൈറ്റമിൻ B12 കുറിച്ചാണ്. ഇത് നാച്ചുറലി വളരെ സാധാരണയായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഇറച്ചി, മീൻ, അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളിലും മുട്ടയിലും എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു വൈറ്റമിനാണ് ഇത്. ശരീരത്തിന് വേണ്ടപ്പെട്ട പ്രധാന വൈറ്റമിനിലൊന്നാണ് B12. ഞാൻ പറഞ്ഞത് കൂടാതെ തന്നെ ഒത്തിരി സുപ്രധാന ഫംഗ്ഷനുകൾ വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ട് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് വെജിറ്റേറിയൻസിന്റെ ശരീരത്തിൽ കുറവായിട്ട് കാണാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് അറ്റ്ലീസ്റ്റ് 6 മാസം കൂടുമ്പോഴെങ്കിലും ശരീരത്തിലെ വൈറ്റമിൻ B12 അളവ് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി കുറവാണെങ്കിൽ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം സപ്ലിമെന്റ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.